ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠിത്തമൊക്കെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്? എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓൾറെഡി ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസ്സസൊക്കെ റിവിഷൻ ചെയ്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അവസാനത്തെ ബ്ലോക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഫസ്റ്റിലത്തെ ബ്ലോക്കും പിന്നെ സെക്കൻഡ് യൂണിറ്റാണ് തേർഡ് ബ്ലോക്കും സെക്കൻഡ് യൂണിറ്റും നിയാസ് സാർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഫോർത്ത് ബ്ലോക്ക് മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഫോർത്ത് ബ്ലോക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പോയിന്റ് ആക്കിയിട്ട് പറയാം. ഓക്കെ, അതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് പോവുക. അതിന് കൂടെ തന്നെ ടെക്സ്റ്റ് ബുക്കും കൂടി ഒന്ന് വെച്ചിട്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി കഴിഞ്ഞാലും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റിനാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഞാൻ നേരത്തെ ഫസ്റ്റിലത്തെ യൂണിറ്റ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ പഠിക്കേണ്ട ഒരു രീതിയെ പറ്റി. അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു പിന്നെ മെത്തേഡിൽ തന്നെ നമുക്ക് ബ്ലോക്ക് 4ൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് എന്തൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്ന് ഒരു എക്സാം മോഡലുള്ള റിവിഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ടൈപ്പിലൊന്നും എല്ലാവരും എന്ത് ചെയ്യാം, കുറച്ച് നേരം മാക്സിമം ഒരു 1 hour ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി കഴിഞ്ഞാലും എക്സാമിന് വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ബ്ലോക്കിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ലാംഗ്വേജിനെ കുറിച്ച് തന്നെ ആയിരുന്നു. ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റിലത്തെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഫസ്റ്റിലത്തെ ബ്ലോക്കിൽ നമ്മൾ പഠിച്ചത് ലാംഗ്വേജിൻ്റെ ഒറിജിനെ കുറിച്ചും കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് രണ്ടാളുകൾ തമ്മിൽ ഉണ്ടാകുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ലാംഗ്വേജ് തന്നെയാണ് ഇതിലും ഡിസ്കഷൻ, പക്ഷേ ലാംഗ്വേജും ടെക്നോളജിയുമാണ് ഏറ്റവും ഫസ്റ്റ് ഡിസ്കഷൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ടെക്നോളജിൻ്റെ വിവിധ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എവല്യൂഷൻസ്, അതിൻ്റെ ഇമ്പാക്റ്റുകൾ, പിന്നെ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ 4 യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഏറ്റവും ഫസ്റ്റ് യൂണിറ്റ് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവല്യൂഷൻ ഓഫ് ദ പ്രിൻറ്റിംഗ് പ്രസ്, അതുപോലെ തന്നെ ലാംഗ്വേജ് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? കാരണം നമ്മൾ ഭാഷയിലേക്ക് വരുമ്പോൾ നമുക്കൊക്കെ അറിയാം, ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ലാംഗ്വേജിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചർച്ച ചെയ്യുമ്പോൾ പ്രിൻറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് എന്തുണ്ട്, ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ അതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം പ്രിൻറ്റിങ് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പുസ്തകം വായിക്കുകയാണെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലോ അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം എഴുതുകയാണെങ്കിലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കണക്റ്റായി കിടക്കുന്ന ഒരു സംഗതിയാണ് ആക്ച്വലി പ്രിൻറ്റിങ് എന്നുള്ളത് അല്ലേ? കാരണം പ്രിൻ്റ് ടെക്നോളജി വന്നതിന് ശേഷമാണ് ലോകത്ത് ഇത്രയധികം എന്തുണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത്, വായനയൊക്കെ അത്രയും സ്പ്രെഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിൻറ്റിങ് എന്തുകൊണ്ടാണ് ഈ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റിങ്ങിന് വളരെയധികം നമ്മുടെ കമ്മ്യൂണിക്കേഷനുമായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ഭാഷയുമായിട്ട് ലാംഗ്വേജുമായിട്ട് അധികം ബന്ധമുണ്ട് എന്നുള്ളതാണ് ആ ഒരു കാരണം കൊണ്ടാണ്. ഓക്കെ, അത് പല രീതിയിലുള്ള പ്രിൻറ്റിങ് മെത്തേഡുകളും മറ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റിങ് എങ്ങനെയാണ് എവല്യൂഷൻ ചെയ്ത് വന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം പ്രിൻറ്റിങ് ആൻഡ് ലാംഗ്വേജ് ടെക്നോളജീസിൻ്റെ അതിൻ്റെ എവല്യൂഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയാണ് അത് ഉണ്ടായി വന്നത് എന്നുള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റിലത്തെ യൂണിറ്റിൽ ചർച്ച ചെയ്ത കുറച്ച് കാര്യങ്ങളായിരുന്നു എങ്ങനെയാണ് ലോകത്ത് പ്രിൻറ്റിങ് വന്നത്. മാത്രമല്ല പ്രിൻറ്റിങ് വന്ന സമയത്ത് പ്രിൻറ്റിങ് കാരണമായിട്ടുണ്ടായിരുന്ന വളരെ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, പ്രിൻറ്റിങ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു. അതായത് നമ്മൾ 2 ടൈപ്പ് പ്രിൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞല്ലോ, ഞാനത് പറയുന്നുണ്ട്. പിന്നെ ആദ്യത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓറൽ ട്രഡീഷനാണ്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ചാപ്റ്ററിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ അധികവും ഓറലായിരുന്നു, മീൻസ് വായ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ പിന്നെ പതിയെ മാനുസ്ക്രിപ്റ്റിലേക്ക് മാറി. അതായത് നമ്മൾ കൈയ്യെഴുത്ത് പ്രതി എന്നൊക്കെ പറയുന്നതിനാണ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുക അല്ലെ? നമ്മൾ കൈകൾ കൊണ്ട് പേപ്പറിലോ അതല്ലെങ്കിൽ എല്ലിൻ്റെ പുറത്തോ അതല്ലെങ്കിൽ ഓലകളുടെ പുറത്തോ ഒക്കെ എഴുതുന്ന ആ ഒരു ടൈപ്പ് റൈറ്റിങ്ങിനാണ് ശരിക്കും മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇതാണ് രണ്ടാമത് ഓറൽ ട്രഡീഷനിൽ നിന്നുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ മാനുസ്ക്രിപ്റ്റിലേക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് വന്നിട്ടുള്ള വളരെ വലിയൊരു മേജർ മാറ്റം എന്നുള്ളത് പ്രിൻറ്റിംഗ് പ്രസ്സാണ്. ഇത് മനുഷ്യൻ്റെ ഭാഷയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ചരിത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിംഗ് പ്രസ്. ഇപ്പോൾ നിങ്ങൾ ഒരു എസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ചിലപ്പം എവല്യൂഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ്സും ലാംഗ്വേജ് ടെക്നോളജി കൊണ്ട് ഒരു എസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഓറൽ ട്രഡീഷനിൽ നിന്ന് മാറിയിട്ട് പിന്നെ എന്തിലേക്ക് പോയി, മാനുസ്ക്രിപ്റ്റിലേക്ക് പോയി. അതിൽ നിന്ന് പിന്നെ പ്രിൻറ്റിംഗ് പ്രസ് കണ്ടെത്തപ്പെട്ടപ്പോൾ വളരെ ലാർജ് എമൗണ്ടിൽ, വളരെ വലിയ അധികം എമൗണ്ടിൽ എന്തുണ്ടാകാൻ തുടങ്ങി, പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെടാൻ തുടങ്ങി അല്ലേ? അത് സ്റ്റാർട്ടിങ് വിത്ത് ബൈബിളിൽ തുടങ്ങിയിട്ട് അങ്ങനെ ഒരുപാട് നോവലുകളും മറ്റും സ്റ്റോറീസും ഒക്കെ പബ്ലിഷ് ചെയ്യപ്പെടാൻ തുടങ്ങിയത്
ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കണ്ടെത്തലോട് കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന പുതിയ കാലഘട്ടത്തിലുള്ള മീഡിയയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനും ലാംഗ്വേജിനൊക്കെ സഹായിക്കുന്ന ഒരു മീഡിയയാണ് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്. അത് നമ്മുടെ മൊബൈൽ ഫോൺ ആവട്ടെ, ഇൻ്റർനെറ്റ് ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, ഈവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവട്ടെ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഡിജിറ്റൽ മീഡിയ എന്ന് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ആ ഒരു സംഗതിയാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഒരു സ്റ്റെപ്പാണത്. അത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് എന്താ വരിക എന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ റോൾ ഓഫ് ലാംഗ്വേജ് ടെക്നോളജി ഇൻ ഷേപ്പിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് ലാംഗ്വേജ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ഷേപ്പ് ചെയ്യുന്നതിൽ ലാംഗ്വേജ് ടെക്നോളജിക്ക് എത്രമാത്രം റോൾ ഉണ്ട് എന്നുള്ളത്, എത്രമാത്രം അതിന് സ്വാധീനമുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ടെക്നോളജി ശരിക്കും ലാംഗ്വേജിൽ എങ്ങനെയാണ് ഇടപെടുന്നത് തുടങ്ങിയിട്ടുള്ള അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനിവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ടെക്നോളജി ലാംഗ്വേജിൽ വരുന്നത് എങ്ങനെയാണെന്നുള്ളതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഒരുപാട് ടൈപ്പിൽ നമുക്ക് പിന്നെ ടെക്നോളജി ലാംഗ്വേജിൽ ഇടപെടുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഞാൻ 3 സംഭവങ്ങൾ ഇവിടെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്ക്, ഇവിടെ ഇൻ്റർപ്രറ്റീവ് അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ പിന്നെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 മെത്തേഡാണ് കൊടുത്തിട്ടുള്ളത്, 3 രൂപമാണ് കൊടുത്തിട്ടുള്ളത്. 3 രൂപത്തിലും ടെക്നോളജി ലാംഗ്വേജിൽ ഇടപെടുന്ന സംഭവങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ഫസ്റ്റിലത്തെ ഒരു പിക്ചർ തന്നെ, ഈ പിക്ചറിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ടാബിൾ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കുക. ഇൻ്റർപ്രറ്റീവ് ആയിട്ടാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം പഠിക്കാനോ അതല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനോ ഒക്കെ എങ്ങനെയാണ് നമ്മൾ ടെക്നോളജി നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ എഡ്പസിൽ, അതുപോലെ തന്നെ ഓഡിയോ ലിങ്കൻ, അതുപോലെ തന്നെ ഫ്ലുവൻറ്റ് കീ, അതുപോലെ തന്നെ ലിറിക്സ് ട്രെയിനർ, പാഡ്ലെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടൂളുകളുണ്ട്. ഇതൊക്കെ ഓൺലൈൻ ടൂൾസാണ്. അപ്പോൾ ഈ ടൂളുകളൊക്കെ നമ്മുടെ കയ്യിലുള്ള ഒരു ഓഡിയോ ഫയലിനെയോ അതല്ലെങ്കിൽ ഒരു റിട്ടൺ ഫയലിനെയോ അതല്ലെങ്കിൽ ഈവൻ ഒരു സ്റ്റോറിയോ അങ്ങനെ എന്ത് സംഭവം ഉണ്ടെങ്കിലും ഇതിനൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെ ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ്, ആക്ച്വലി ടെക്നോളജീൻ്റെ ടൂളുകളാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് ടെക്നോളജി ലാംഗ്വേജിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ ഇത്തരം വിവിധ രൂപത്തിലുള്ള മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആയിരിക്കും ഇടപെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഒന്ന് ഇൻ്റർപ്രറ്റേറ്റീവ് എന്നുള്ള ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ ഉണ്ട്. ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ടെക്നോളജി ഇടപെടുന്നത്? അപ്പോൾ അതിൽ പെടുന്ന കുറച്ച് ടൂളുകളാണ് വീൽ ഡിസൈഡ്, അതുപോലെ തന്നെ ഫ്ലിപ്ഗ്രിഡ്, പിന്നെ വാട്സപ്പ് അല്ലേ. നമ്മൾ ഇൻ്റർപേഴ്സണൽ നമ്മുടെ കോൺടാക്റ്റിങ്ങിന്, നമ്മുടെ കമ്മ്യൂണിക്കേഷന് ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് വാട്സപ്പ് എന്നുള്ള ടൂൾ അല്ലേ. ഇത് മാത്രം ഒന്ന് ഉദാഹരണം നമ്മൾ നോക്കി വെച്ചാൽ മതി. നമ്മുടെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, രണ്ടാളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ കാലത്ത് നമ്മൾ പരസ്പരം കൊണ്ട് സംസാരിക്കുന്നതിനേക്കാട്ടും കൂടുതൽ നമ്മളൊരു പക്ഷേ വാട്സപ്പിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക, റൈറ്റ്. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ലിങ്ക്ഡ് ലാംഗ്വേജ്, അതുപോലെ തന്നെ ഡിസ്കോഡ്. അപ്പോൾ ഇത്തരം ടൂളുകളൊക്കെ 1-2 ടൂളുകൾ പേര് നിങ്ങൾ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം. ഇൻ്റർപ്രറ്റേറ്റീവ് ആയിട്ടുള്ള യൂസിന് നമുക്ക് പാഡ്ലെറ്റ് പോലെയുള്ള ഫ്ലുവൻറ്റ് കീ പോലെയുള്ള ടൂളുകളുണ്ട്. ഇൻ്റർപേഴ്സണലാണെങ്കിൽ വാട്സപ്പ് ഉണ്ട്, ഡിസ്കോഡ് ഉണ്ട്, ഫ്ലിപ്ഗ്രിഡ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള ടൂളുകളുണ്ട്. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ പ്രസൻറ്റേഷണൽ ടൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രസൻറ്റേഷനിൽ നമ്മൾ എങ്ങനെയാണ് ടെക്നോളജി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസി വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാൻവ ഉണ്ട്, ബ്ലോഗ്സ് ഉണ്ട്, പോഡ്കാസ്റ്റുകളുണ്ട്, സ്റ്റോറി മാപ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു സംഗതി പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരാളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റീൻ്റെ ഒക്കെ മുമ്പിൽ നമ്മളൊരു സംഭവം പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സഹായത്തിനെത്തുന്ന ടെക്നോളജിക്കൽ ടൂളുകളാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ പ്രസൻറ്റേഷണൽ ടൂളുകളാണ്. പ്രസിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്ത് തരുന്ന സംഭവമാണ്. ക്യാൻവയൊക്കെ അതുപോലെ തന്നെ. അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ, ഇത്തരം ടൂളുകളൊക്കെയാണ് ടെക്നോളജി ലാംഗ്വേജിൽ ഇടപെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കുറച്ച് ടൂളുകൾ. ഓക്കെ, ലാംഗ്വേജ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ടെക്നോളജീൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ടൂളുകളാണ് ഈ സംഭവങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൽ നിന്ന് 1-2 നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചു പോയി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് ഒരു എസ്സേ മോഡൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി പ്രിൻറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രിൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ പ്രിൻറ്റിങ് എങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ ലാംഗ്വേജിനെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജിൽ അത് ചെലുത്തിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ ഇതിലൊരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു പേര് ഞാനൊരു കൊടുത്തിട്ടുണ്ട്. ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്നാണ് പുള്ളിയുടെ പേര്. ജോഹന്നാസ് ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ് ആക്ച്വലി 15-ാം നൂറ്റാണ്ടിലാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടെത്തുന്നത് അല്ലേ. 15-ാം സെഞ്ചുറിയിൽ ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ് വന്നതിന് ശേഷം ഭയങ്കര വലിയ മാസ് പ്രൊഡക്ഷൻ ഓഫ് ബുക്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നോവലുകളും പിന്നെ ഷോർട്ട് സ്റ്റോറീസും അല്ലെങ്കിൽ ഡ്രാമയൊക്കെ എഴുതപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പുസ്തകങ്ങളുടെ ഭയങ്കര വലിയ മാസ് പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ജോഹന്നാസ് ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ് കണ്ടെത്തിയതിന് ശേഷമാണ്. കാരണം പ്രിൻറ്റിംഗ് പ്രസ് വന്നപ്പോൾ ഇനി കൈയെഴുത്ത് മാനുസ്ക്രിപ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല, സമയം ലാഭിക്കാം. ഒറ്റ പ്രസ്സിലാണ് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിഗതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 15-ാം നൂറ്റാണ്ടിലെ ഈ ഒരു കണ്ടുപിടുത്തം എന്നുള്ളത് വളരെ വലിയൊരു മാറ്റം കൊണ്ടുവന്നു.
പിന്നെ ലാംഗ്വേജിൻ്റെ സ്റ്റാൻഡർഡൈസേഷനാണ് മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ. ഉദാഹരണം ഡിക്ഷണറീസ് വന്നു. ഇപ്പോൾ ഭാഷ എങ്ങനെയും എല്ലാ രൂപത്തിലും ആരും ഉപയോഗിക്കുക എന്നുള്ളതെന്ന് മാറിയിട്ട് ഭാഷയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഗ്രാമർ റൂളുകൾ അല്ലേ, ഇങ്ങനെയൊക്കെ വ്യാകരണ പിന്നെ നിയമങ്ങൾ, ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇന്ന സംഭവം ഇവിടെ കൊടുക്കണം, ഇന്ന അപ്പോസ്ട്രോഫ് ഇവിടെ വരണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊക്കെ ഇംഗ്ലീഷിൽ ഒരുപാട് റൂളുകൾ വന്നു. ഡിക്ഷണറീസ് വന്നു അല്ലേ, ആളുകൾക്ക് അർത്ഥം നോക്കാനും പുതിയ വാക്കുകൾ കണ്ടെത്താനും സിനോണിംസ് കണ്ടെത്താനും ഓപ്പോസിറ്റ്സ് കണ്ടെത്താനും ഒക്കെ ആയിട്ടുള്ള ഡിക്ഷണറീസ് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഈ ഒരു പിന്നെ പോയിന്റ് നമ്മൾ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ ഇത് വന്നതിന് ശേഷം മാസ് പ്രൊഡക്ഷൻ ഉണ്ടായപ്പോൾ അത് കാരണമായിട്ട് ലാംഗ്വേജ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ ഞാനിതാ ഒരു പിന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ദ റൈസ് ഓഫ് നാഷണൽ ലാംഗ്വേജസ് യൂറോപ്പിൽ. കാരണം ഒരുപാട് ബൈബിളുകൾ പ്രിൻറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആളുകളൊക്കെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരുപാട് പുസ്തകങ്ങൾ പ്രിൻറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ശരിക്കും എന്തായി, നാഷണൽ ലാംഗ്വേജുകൾ ഓരോരോ ഏരിയയിൽ ആളുകൾ അവർ സംസാരിക്കുന്ന ഭാഷ വെച്ചിട്ട് ദേശീയ ഭാഷകളൊക്കെ രൂപപ്പെടാൻ തുടങ്ങി. ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ വ്യാപകമായിട്ടുള്ള പബ്ലിഷിംഗ് കാരണമായിട്ട് ഉള്ളത് കൂടി നമ്മൾ മനസ്സിലുണ്ടാവണം. പിന്നെ ഇവിടെ ഞാനൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പിന്നെ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഒക്കെ ഒരു പിന്നെ തുടക്കക്കാരൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ആക്ച്വലി ഇത്. ലിത്തോഗ്രഫി അല്ലേ, ലിത്തോഗ്രഫീൻ്റെ ഒരു ടൂളാണ് ശരിക്ക്. അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തുള്ളത്. ഇത് ആദ്യം കണ്ടെത്തുന്നത് അലോയ്സ് സ്നെഫെൽഡർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലോയ്സ് സ്നെഫെൽഡർ. ഇദ്ദേഹത്തിൻ്റെ പേരും ജോനാസ് ഗുട്ടൻബർഗിൻ്റെ പോലെ തന്നെ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതാണ്. കാരണം ഇദ്ദേഹമാണ് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഒക്കെ ഒരു തുടക്കം എന്ന് വിളിക്കപ്പെടാൻ പറ്റുന്ന ലിത്തോഗ്രഫീൻ്റെ ടൂള് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അലോൺ സ്നെഫെൽഡർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. പിന്നെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു, ഓഫ് സെറ്റും അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങും. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് സെറ്റ് പ്രിൻറ്റിംഗ് എന്നുള്ളത് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതേസമയം ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രിൻറ്റിംഗ് ടെക്നോളജിയാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഡിജിറ്റൽ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് പിന്നെ രണ്ടിൻ്റേതായിട്ടുള്ള മെച്ചങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ എന്തായാലും മനസ്സിൽ വെക്കണം. കാരണം എക്സാമിന് മിക്കവാറും വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഡിജിറ്റൽ പ്രിൻറ്റിങ്ങും അതുപോലെ തന്നെ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങും. ഇത് തമ്മിലുള്ള പിന്നെ കമ്പാരിസൺ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു പിന്നെ പ്രത്യേകതകൾ എന്നുള്ളത്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്കറിയാം ഡിജിറ്റൽ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്രിൻറ്റിങ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് മീഡിയം പ്രിൻ്റ് റൺസ് ആണ് അല്ലേ. ഇപ്പോൾ നമുക്കൊരു ഓഫീസിൽ ഇരുന്നിട്ട് ഒരു പേജ് 2 പേജൊക്കെ പ്രിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ഓക്കെയാണ്. പക്ഷേ ഐഡിയൽ ഫോർ ലാർജർ വോളിയം പ്രിൻറ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഏതാണ് നല്ലത്? ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ അടിക്കുകയാണ്, അപ്പോൾ ആരും ഡിജിറ്റൽ പ്രിൻറ്റിംഗ് അല്ലല്ലോ ചെയ്യുക. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ അവരുടെ ഓഫ്സെറ്റ് പ്രിൻറ്റിൽ ഒന്നായിട്ട് ബൾക്കായിട്ട് അടിച്ചു പോകണം വെച്ചാൽ. അതുപോലെ തന്നെ മാഗസിൻസ്, ജേർണൽസ് നമുക്കറിയാം, അതൊക്കെ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിൽ പോണതാണ്. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റി അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ആയിരിക്കും ഉപയോഗപ്പെടുക. ഇനി ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹയർ ക്വാളിറ്റി പ്രിൻറ്റിങ്ങിൻ്റെ ആയിരിക്കും പ്രദാനം ചെയ്യാം. ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലോ ലിമിറ്റഡ് ടു 4 കളർ പ്രോസസ് പ്രിൻറ്റിംഗ് അല്ലേ. CMYK എന്ന് പറഞ്ഞിട്ടുള്ള 4 കളറിലുള്ള പ്രിൻറ്റിംഗ് ആയിരിക്കും ഇതിൽ വരുന്നുണ്ടാവുക, ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ വരുന്നുണ്ടാവുക. ഈ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്രിൻറ്റിംഗ് വളരെ ഫാസ്റ്റാണ് അല്ലേ. ഫാസ്റ്റർ ടേൺ അറൗണ്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ലെസ് സെറ്റപ്പ് ടൈം, പെട്ടെന്ന് നമുക്ക് അല്ലേ ഒരു എഫോർട്ടിലേക്ക് സാധനം സെറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പ്രിൻ്റ് എടുക്കാനൊക്കെ നല്ലത് ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ചെറിയ പ്രിൻ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് കാര്യം കഴിയും. അതേസമയം ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ടൈം എടുക്കും, ലോങ്ങർ സെറ്റപ്പ് ടൈം വേണം. അതുപോലെ തന്നെ ഇങ്ക് ഡ്രൈയിങ് ടൈം ഒക്കെ ഒരുപാട് എടുക്കും. നമ്മൾ പ്രിൻറ്റ് ചെയ്തു തന്നെ വെക്കുക, അതിൻ്റെ മഷി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അങ്ങനെ സമയം ഒരുപാട് പിന്നെ പോകുന്നത് ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിലാണ്. അതേസമയം ഡിജിറ്റൽ പ്രിൻറ്റിംഗ് വളരെ ക്വിക്കാണ്. പിന്നെ ഡിജിറ്റൽ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചീപ്പർ എന്നാണ് അല്ലേ. ലോ വോളിയം പ്രിൻറ്റിംഗ് ഇപ്പോൾ ഒരു 5 പേജ് 10 പേജ് 20 പേജൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്രിൻറ്റിംഗ് വളരെ ചീപ്പറാണ് അല്ലേ. അതിന് കാശ് നമുക്ക് ലാഭമാണ്. പക്ഷേ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാലോ പ്രൈസ് ഗോസ് ഡൗൺ എ ഹയർ വോളിയം. നമുക്കൊരു 1000 കോപ്പി അടിക്കാണ്ട്, അപ്പോൾ നമുക്ക് ഓഫ്സെറ്റ് ആയിരിക്കും നല്ലത്. അപ്പോൾ അതേസമയം ഡിജിറ്റൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നമുക്ക് എന്താണ് നഷ്ടം വരുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഇത് നമ്മുടെ മൈൻഡിലൊന്നും ഉണ്ടാവുക, കാരണം ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് ഡിജിറ്റൽ റവല്യൂഷനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ പിന്നെ ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് എന്നുള്ളത്. അപ്പോൾ ലാംഗ്വേജ് ടെക്നോളജിയിലും ഈ ഒരു ഡിജിറ്റൽ റവല്യൂഷൻ കാര്യമായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഓഫ് കോഴ്സ് ഡിജിറ്റൽ ഓരോരോ ടൂളുകൾ വരുന്നതിനനുസരിച്ച് ഭാഷ മനുഷ്യൻ്റെ ഒരു ബേസിക് സംഭവമാണല്ലോ. അപ്പോൾ അതിനെ ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടൂളുകളും എന്ത് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടായി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പെടുന്ന ഒന്നാണ് ടൈപ്പ് റൈറ്റേഴ്സ്. നമുക്കറിയാം ഈ നമ്മുടെ ഇന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ MS വേർഡിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു തുടക്കക്കാരനായിരുന്നു ശരിക്കും ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ടൈപ്പ് റൈറ്ററുകളാണ് ആദ്യമായിട്ട് പിന്നെ ഒരു ലാംഗ്വേജ് ടെക്നോളജിയിൽ വരുന്ന ഒരു പിന്നെ ഡിജിറ്റൽ ടൂളായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മേടുന്ന അങ്ങനെ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ആ ടൈപ്പ് റൈറ്ററിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
പിന്നെ രണ്ടാമതായിട്ട് വന്നത് വേർഡ് പ്രോസസ്സേഴ്സ് ആണ് അല്ലേ. ഇപ്പോൾ ടൈപ്പ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തിൻ്റെ ഒരു അഡ്വാൻസ്ഡ് രൂപമായിരുന്നു വേർഡ് പ്രോസസ്സേഴ്സ്. ഇപ്പോൾ ഏർലി 20th സെഞ്ചുറിയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടുന്നത്. ഇപ്പോൾ വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ പിക്ചേഴ്സിലൊക്കെ ആളുകൾ ഇരുന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കമ്പ്യൂട്ടേഴ്സ് വന്നു. അപ്പോൾ ലാംഗ്വേജ് ടെക്നോളജി വീണ്ടും പിന്നെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. അപ്പോൾ അതിലേക്ക് വന്ന ഒരു ഡീറ്റെയിൽ ടൂളായിരുന്നു കമ്പ്യൂട്ടേഴ്സ്. അതിനൊപ്പം തന്നെ ഇൻ്റർനെറ്റ് വന്നു. അപ്പോൾ ഭയങ്കര ക്വിക്കായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയറിങ്ങും മറ്റൊക്കെ നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടാവണം, ഇതിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ആൻഡ് ഇൻ്റർനെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇ ബുക്സ് എന്നുള്ളത്. കാരണം ഇ ബുക്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഹാർഡ് കോപ്പി ആയിട്ട് പുസ്തകം വായിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഇ ബുക്ക് പ്രിഫർ ചെയ്യുന്നുണ്ട് അല്ലേ. കാരണം ആളുകൾക്ക് PDF ആയിട്ടോ EPUB ആയിട്ടോ ഏതെങ്കിലും പിന്നെ ഓൺലൈൻ സൈറ്റുകൾ കയറിയിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. ഒരു വലിയ പുസ്തകം ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 100 പുസ്തകം ഒരാൾക്ക് കയ്യിൽ ഏറ്റിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടുണ്ടാവും, വളരെ റിസ്ക് ആണ് അല്ലേ. അതേസമയം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കിൻഡിൽ ഉണ്ട് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ഉണ്ട്. ഇതിൽ ഒരു 100 പുസ്തകം ഫീഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു 100 ദിവസമോ 200 ദിവസമോ ഒരു കൊല്ലമൊക്കെ പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് വായിക്കാൻ പറ്റും. കാരണം ഇ ബുക്സിൻ്റെ പ്രത്യേകതയാണത്. കാരണം ഇ ബുക്ക് എന്നുള്ളത് അത്രയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റീഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇ ബുക്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്ന സംഭവം തന്നെയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇ ബുക്കിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്നുള്ളത് എന്താ, അത് വളരെ ലോ അപ്ഡേറ്റ് കോസ്റ്റ് എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ ഒരു പുസ്തകമുണ്ട്, ആ ഒരു പിന്നെ പുസ്തകം ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ആ പുസ്തകം നമുക്ക് പിന്നെ അതിൻ്റെ അപ്ഡേറ്റ് കോസ്റ്റ്, ഇപ്പോൾ നമ്മൾ അത് പ്രിൻറ്റ് ചെയ്ത് പുറത്തിറക്കുന്ന ഒരു കോസ്റ്റോ അതല്ലെങ്കിൽ അത് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഏറ്റവും കുറഞ്ഞൊരു ക്യാഷ് മതി നമുക്ക് എന്തിന്, ഇ ബുക്കിന് മതി എന്നുള്ള. ബുക്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ ബുക്സ് കൊണ്ട് അത്രയധികം നമുക്ക് എന്തുണ്ട്, പിന്നെ ഒരു അപ്ഡേറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കുറവാണ്. മാത്രമല്ല മൾട്ടിമീഡിയൻ്റെ ഫോർമാറ്റാണ് അല്ലേ. മൾട്ടിമീഡിയ ഫോർമാറ്റ് നമ്മൾ ഹാർഡ് കോപ്പി ആയിട്ട് പുസ്തകം കൊണ്ടു നടക്കേണ്ട അങ്ങനത്തെ സംഭവമൊന്നുമില്ല. നമുക്ക് ഈവൻ പിന്നെ കളർഫുൾ ആയിട്ട് തന്നെ നല്ല ചട്ടയും ഇതോടൊക്കെ കൂടി തന്നെ പുസ്തകം അതുപോലെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റും. അതിൽ ഈവൻ പിക്ചേഴ്സും മറ്റൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. സെർച്ചബിൾ ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. കൺവീനിയൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു 100 പുസ്തകം കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കൺവീനിയൻ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് 100 പുസ്തകം ക്യാരി ചെയ്യാൻ പറ്റും. ഇ ബുക്സ് ആണെന്നുണ്ടെങ്കിൽ പോർട്ടബിലിറ്റി വളരെ ഈസിയാണ്, റിസ്ക് ഇല്ല, ലെസ് സ്പേസ് മതി. നമുക്ക് നമ്മുടെ കിൻഡിലിൽ നേരെ നമ്മൾ ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ 100 പുസ്തകം അല്ലെങ്കിൽ എത്ര പുസ്തകം നമുക്ക് ക്യാരി ചെയ്യാം അല്ലേ. ലെസ് സ്പേസ് മതി നമുക്ക്. വളരെ കുറഞ്ഞ MB അല്ലെങ്കിൽ ഇനി ഈവൻ നമ്മുടെ ടാബ്ലറ്റിൽ തന്നെ ചിലപ്പോൾ ഒരു 100 MB ഉള്ളിലൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ കൊള്ളുന്നതായിരിക്കും. പിന്നെ പ്രിൻറ്റ് ഓൺ ഡിമാൻഡ്, നമുക്ക് ഇപ്പോൾ ഒരു പേജിൽ നിന്നൊരു പേജ് ആവശ്യമുണ്ട്, നമുക്ക് ഉടനടി അത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ടാബിൽ നിന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന്. ഇൻ്ററാക്ടിവിറ്റി ഉണ്ട്. നമുക്ക് ചിലപ്പോൾ അതിലുള്ള ലിങ്ക് വഴിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സ് വഴിയൊക്കെ നമുക്ക് അതിൻ്റെ ഓതറോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. പേഴ്സണലൈസേഷൻ ഉണ്ട് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പാരഗ്രാഫ്, ഇഷ്ടമുള്ള ഭാഗം അങ്ങനെയൊക്കെ എടുത്തിട്ട് നമുക്ക് അത് ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ അത് മാത്രം വായിക്കാനും അങ്ങനെയൊക്കെ പറ്റും. ആഡ് ഓൺസ് ഉണ്ട്. പലപ്പോഴും ചിലപ്പോൾ അതിൻ്റെ ഇമേജസ് അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ലിങ്ക്സ് ഒക്കെ കിട്ടിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാൻ പറ്റും. ഷിപ്പിംഗ് കോസ്റ്റ് കാരണം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കാരണം പുസ്തകമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഷിപ്പിംഗ് കോസ്റ്റ് ഉണ്ടാവും, അങ്ങോട്ട് അയക്കാൻ ഇങ്ങോട്ട് അയക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ്, ഈ ബുക്ക് കൊണ്ടുണ്ടാവുന്ന അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജസിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു 3-4 വട്ടം വായിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ചിലപ്പോൾ ഈ ബുക്സിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എന്തെങ്കിലും ഷോർട്ട് ആൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു സംഗതിയാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവം അല്ലേ. ഇന്നത്തെ കാലത്ത് നമുക്കൊക്കെ അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് അത്രയധികം എന്താണ് പിന്നെ നമ്മുടെ ലൈഫിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലാംഗ്വേജിൽ അല്ലേ NLP, AIയും NLPയും അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങും ഈ സംഭവം നമ്മുടെ പിന്നെ ബ്ലോക്കിൽ വന്നിട്ടുള്ള ഒരു മെയിൻ പോയിന്റ് ആയിരുന്നു. അതായത് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചാറ്റ് ബോട്ടുകളുണ്ട്, അതായത് ChatGPT പോലെയുള്ള ഈവൻ വാട്സപ്പിൻ്റെ AI പോലെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ട്രാൻസ്ലേഷൻ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭാഷയുമായിട്ട് ഈ ഓൺലൈൻ ടൂളുകൾ അതല്ലെങ്കിൽ പുതിയ കാലത്തുള്ള ഡിജിറ്റൽ ടൂളുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് AIയും NLPയും ഒക്കെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AI ഡ്രൈവൺ പ്രൂഫ് റീഡിംഗ് ടൂൾസ് ലൈക്ക് ഗ്രാമർലി. ഇപ്പോൾ നമ്മളൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം എഴുതുകയാണ്, ഈവൻ നമ്മൾ 2-3 ചാപ്റ്ററൊക്കെ പുസ്തകത്തിൻ്റെ എഴുതി നമുക്കത് പ്രൂഫ് ചെയ്യണം. ഗ്രാമർലി എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ ഉണ്ട്. ഈ ഗ്രാമർലി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് AI ഡ്രൈവൺ ടൂളാണ്. നമുക്ക് നന്നായിട്ട് നമ്മുടെ പുസ്തകം പ്രൂഫ് റീഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ഒരാളൊന്നും ഇതിനാവശ്യമില്ല അല്ലേ. ഒരു സിമ്പിൾ ടൂളല്ലേ. അതുപോലെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജ് ലേണിംഗ് ആപ്പുകൾ ഉണ്ട് ഇന്നത്തെ കാലത്ത്. ഡൂലിംഗോ ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഡൂലിംഗോ വരുന്നുണ്ട്, റോസെറ്റ സ്റ്റോൺ വരുന്നുണ്ട്, ബാബൽ, മെർമെയ്സ്,
ബുസു, പിന്നെ ഫ്ലുവൻറ്റിയോ, അതുപോലെ തന്നെ പിംസ്ലിയർ. ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ലോകത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലേണിംഗ് ആപ്പുകളാണ്, ലാംഗ്വേജ് ലേണിംഗ് ആപ്പുകളാണ്. അപ്പോൾ നമ്മുടെ ഭാഷാ പഠനത്തെ നമ്മുടെ ഭാഷയിൽ നമ്മളെ സഹായിക്കുന്ന ഓൺലൈൻ ടൂളുകളാണ് ഇത്തരം സംഭവങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഡൂലിംഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ കോമൺ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഡൂലിംഗോ ഒക്കെ, നമുക്ക് ഏത് ഭാഷ പഠിക്കാൻ. പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഓഫ് കോഴ്സ് നമുക്കറിയാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും മെസ്സേജിങ് ആപ്പുകൾ, മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ടെലഗ്രാം, വാട്സപ്പ്, ഇതൊക്കെ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് ലേണിങ്ങിന് നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ. കാരണം ഒരുപാട് ഓപ്ഷൻസ് അതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ്. ഈവൻ ഫേസ്ബുക്ക് ആവട്ടെ, ട്വിറ്റർ ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ലിങ്ക്ഡിൻ ആവട്ടെ, വാട്സപ്പ് ആവട്ടെ, ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആവട്ടെ, ഐ മെസ്സേജ്, വി ചാറ്റ്, ടെലഗ്രാം, ഇതൊക്കെ എന്താണ് നമ്മുടെ ലാംഗ്വേജ് ലേണിങ്ങിനെ, നമ്മളൊരു പുതിയ ഭാഷ പഠിക്കുന്നതിനെ, ഈവൻ ഇംഗ്ലീഷ് ആവട്ടെ ഏത് ഭാഷ ആവട്ടെ അതിന് പഠിക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂളുകളായിട്ട് പുതിയ കാലത്ത് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ യൂണിറ്റ് 2 ആണ് നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 1 നമ്മൾ പൊതുവായിട്ട് ടെക്നോളജീൻ്റെ അതിൻ്റെ ഒരു പ്രോസസ്സ് പറഞ്ഞു. പിന്നെ ഇനി യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ ലാംഗ്വേജും ടെക്നോളജിയും എങ്ങനെയാണ് ഇൻ്റർസെക്ഷൻ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇൻ്റർസെക്ഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ടെക്നോളജി. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു ഇമോജി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഇമേജ് ആണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡീറ്റെയിൽ ടെക്നോളജി എവല്യൂഷൻ ചെയ്ത് വന്നതെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ആദ്യം ഇൻ്റർനെറ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ഏറ്റവും പ്രപിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന മാത്സ് അൽഗോരിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ് ഈ സെമി കണ്ടക്ടേഴ്സ്. അതിൽ നിന്നാണ് പിന്നീട് എന്ത് വരുന്നത്, ഇൻ്റർനെറ്റ് എന്നുള്ള സംഗതി വരുന്നത്. അപ്പോൾ ടെക്നോളജിൻ്റെ ഒരു വളർച്ചയാണ്. ഇൻ്റർനെറ്റ് അന്ന് കമ്പ്യൂട്ടറിൽ മാത്രമായിരുന്നു, പിന്നെ മൊബൈൽ ഫോണുകളിലേക്കൊക്കെ വന്നു അല്ലേ. അതിനുശേഷം പിന്നെ IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ക്ലൗഡൊക്കെ വരുന്ന ആ ഒരു ടൈപ്പിലേക്ക് വളർന്നു, ക്ലൗഡ് കമ്പ്യൂട്ടിങ്. അതിനുശേഷം ഇന്നത്തെ കാലത്തെ ഏറ്റവും പുതിയ ടെക്നോളജിയാണ് AR VR അല്ലേ, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, അതല്ലെങ്കിൽ വിർച്വൽ റിയാലിറ്റി എന്നൊക്കെ നമ്മളിന്ന് വിളിക്കുന്ന സംഭവങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ന്യൂസ് ചാനലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. 24 ന്യൂസിലൊക്കെ ചിലപ്പം ന്യൂസ് വായിക്കുന്ന സമയത്ത് അവർ ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ന്യൂസ് വായിക്കുന്നതും, അല്ലെങ്കിൽ ചിലപ്പം ഒരു പറക്കുന്നളികിന് മുകളിൽ കയറിയിട്ട് സ്പേസിൽ പോയിട്ട് ന്യൂസ് വായിക്കുന്നതും അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന പുതിയ കാലത്തെ ടെക്നോളജി വെച്ചിട്ടാണ് സംഭവം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലാംഗ്വേജിൻ്റെ ആ ഒരു ടെക്നോളജീൻ്റെ ആ ഒരു എവല്യൂഷനാണ് ഞാനിവിടെ ജസ്റ്റ് എന്തൊരു പിക്ചറിലൂടെ കൊടുത്തത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോളജി എങ്ങനെയാണ് ലാംഗ്വേജിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ടെക്നോളജി ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ലാംഗ്വേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നോളജി കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇമോജീസ് ആൻഡ് ഇമോട്ടിക്കോൺസ് എന്നുള്ളത്. നമ്മുടെ ലാംഗ്വേജിൽ ഭാഷയിൽ വളരെ വലിയ മാറ്റം വരുത്തിയിട്ടുള്ള സംഗതിയാണ് ആക്ച്വലി ഇമോജീസും ഇമോട്ടിക്കോൺസും. നമ്മളൊക്കെ ജസ്റ്റ് ആലോചിച്ചാൽ മതി, വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ അല്ലേ. അപ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ നമ്മൾ ഒരുപാട് എക്സ്പ്രസ് ചെയ്ത് പറയേണ്ട ഒരു ആവശ്യം ഇന്നൊന്നുമില്ല അല്ലേ. ജസ്റ്റ് ഐ എം ഹാപ്പി എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ചിരിക്കണ ഇമോജി ഇട്ട് കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി, ഓക്കെ ഇയാൾ ഹാപ്പിയാണ്. അതല്ലെങ്കിൽ കരയണ ഒരു ഇമോജി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇയാൾ ടെൻഷനിലാണ്. അപ്പോൾ ഇത്രയും നമ്മുടെ ലാംഗ്വേജിൽ എന്ത് വരുന്നുണ്ട്, ടെക്നോളജിക്ക് വരുന്ന സ്വാധീനമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഇമോജി ഇമോട്ടിക്കോൺസ് ഒക്കെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഭാഷയെ എന്തുണ്ടാക്കി, ഈ സംഭവങ്ങളൊക്കെ വളരെ നെയ്വാക്കി, വളരെ സിമ്പിളാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം ലോഫിംഗ് ഇമോജീസ്, ഡിഫറൻറ്റ് പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന ലോഫിംഗ് ഇമോജീസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പുതിയ കാലത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഭാഷയിൽ. ആപ്പിളിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഇമോജി ഉണ്ടാവുക, ഗൂഗിളിൽ ഇങ്ങനെയാണ് വരുന്നത്, മൈക്രോസോഫ്റ്റിൽ ഇങ്ങനെയാണ് വരുന്നത്, സാംസങ്ങിലാണെങ്കിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇമോജീസിൻ്റെ ഒരു ഉദാഹരണം കൊടുത്താണ് ഇവിടെ. പോപ്പുലർ ടെക്നോളജി ദാതാക്കളായിട്ടുള്ള ആളുകൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന ഇമോജീസിൻ്റെ ഒരു രൂപമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇമോജികൾ എന്താണ്, ലാംഗ്വേജിൽ മനുഷ്യൻ്റെ ഭാഷയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. പിന്നെ പുതിയ കാലത്ത് ഒരുപാട് പുതിയ ഭാഷകൾ വന്നു അല്ലേ. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജീൻ്റെ അത്രയും വളർച്ച കണ്ടിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഭാഷയും ഒരുപാട് വന്നിട്ടുണ്ട്. ഉദാഹരണം പുതിയ വേർഡുകൾ, ഫ്രൈസസ് കണ്ടെത്തപ്പെട്ടു. ഉദാഹരണം ഇവിടെ നോക്ക്, ഗൂഗിൾ ഇറ്റ്. അപ്പോൾ നമ്മളൊരാളോട് ഒരു കാര്യം നോക്കുമെന്ന് പറയാൻ അത് ഗൂഗിൾ ഇറ്റ്, സെൽഫി എന്നാണ് പറയുക അല്ലേ, ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കുന്നത്. ലോ ഫോട്ടോ ലോൽ എന്നുള്ള ഒരു ഷോർട്ട് ലാംഗ്വേജ് ഒക്കെ വന്നു. പിന്നെ ഷോർട്ട് ആൻഡ് റൈറ്റിങ്സ്, പുതിയ ഭാഷ എഴുത്ത് രൂപങ്ങൾ വന്നു. ഉദാഹരണം SMS ലാംഗ്വേജ് അല്ലേ, യു എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എഴുതില്ല, പക്ഷേ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ യു എന്ന് മാത്രമേ എഴുതുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇംഗ്ലീഷ് എന്നുള്ള ഒരു ഭാഷ, അതല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷയിൽ ടെക്നോളജി കൊണ്ടുവരുന്ന മാറ്റങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്നായിരുന്നു ഗ്ലോബലൈസേഷൻ എന്നുള്ളത് അല്ലേ. ഇംഗ്ലീഷ് ടെക്നോളജി കാരണമായിട്ട് വളരെ ഗ്ലോബലൈസേഷൻ സംഭവിച്ചു. ഇംഗ്ലീഷ് ഭാഷയുടെ പൊതുവായിട്ടുള്ള എല്ലാ സ്ഥലത്തുള്ള ഒരു ഉപയോഗം എന്നുള്ളത് മറ്റൊരു വളരെ വലിയൊരു മാറ്റമാണ്. പിന്നെ ടെക്നോളജി ഇംഗ്ലീഷിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റമാണ്. പിന്നെ ലാംഗ്വേജും അതുപോലെ തന്നെ ICT ആണ് മറ്റൊരു ടോപ്പിക്ക് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ലാംഗ്വേജ് ആൻഡ് ICT എന്ന് പറഞ്ഞാൽ
പിന്നെ ഭാഷയും അതുപോലെ തന്നെ നമ്മുടെ ICT. ഇന്നത്തെ കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ കോമൺ ആയിട്ടൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ICT എന്നുള്ളത് കടന്നു വന്നിട്ടുണ്ട് അല്ലേ? ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നുള്ള സംഭവം. അപ്പോൾ ടെക്നിക്കൽ ടേംസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അതായത് ICTയിൽ ഒരുപാട് പിന്നെ ടെക്നിക്കൽ ടേമുകൾ, ഓരോ ടെക്നിക്കൽ പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനുമായി അല്ലെങ്കിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പദങ്ങളാണ്. അത് നമ്മളിന്ന് കോമൺലി നമ്മളിന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കിത് ICT പദങ്ങളാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത്തരം പദങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പദങ്ങൾ തന്നെയാണ്. അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ശരിക്ക് മാത്സുമായി അല്ലെങ്കിൽ നമ്മുടെ പിന്നെ നമ്മുടെ നമ്പേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദമാണ്. അപ്പോൾ ഈ അൽഗോരിതമാണ് ഇന്നത്തെ കാലത്ത്, പുതിയ കാലത്ത് നമ്മൾ ടെക്നോളജി അല്ലെങ്കിൽ ICT ഒക്കെ കേൾക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു പദം എന്നുള്ളത്. കാരണം ഓരോ ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം, വാട്സപ്പിൻ്റെ അൽഗോരിതം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു നെറ്റ്വർക്കിനെ എങ്ങനെയാണ് ഓരോ ആളുകൾക്കും ആവശ്യമായിട്ടുള്ള ഫീഡുകൾ കൊടുക്കേണ്ടതെന്നൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത് അൽഗോരിതമാണ്. മറ്റൊന്നാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ള സംഭവം. അപ്പോൾ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ശരിക്കും ഒരു കമ്പ്യൂട്ടിംഗ് ഒരു സിസ്റ്റം തന്നെയാണ്. ദാറ്റ് ഇൻവോൾവ്സ് യൂസിങ് എ നെറ്റ്വർക്ക് ഓഫ് റിമോട്ട് സെർവേഴ്സ് ടു സ്റ്റോർ, മാനേജ് ആൻഡ് പ്രോസസ് ഡാറ്റ. അപ്പോൾ ഓരോ ആളുകളുടെയും അല്ലെങ്കിൽ ഒരു വലിയ കമ്പനീൻ്റെയൊക്കെ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനും മാനേജ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന റിമോട്ടായിട്ടുള്ള നെറ്റ്വർക്കിനെയാണ് എന്ത് ചെയ്യുന്നത്, റിമോട്ടായിട്ടുള്ള നെറ്റ്വർക്ക് സെർവറുകളാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ കാണൂല, പക്ഷേ മൈക്രോസോഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഗൂഗിളിൻ്റെയും ഒക്കെ ഡ്രൈവുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ശരിക്കും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇതൊരു പുതിയൊരു ടേമാണ് ICTയിൽ വരുന്നത്. അതുപോലെ സൈബർ സെക്യൂരിറ്റി, പുതിയ കാലത്ത് കുറ്റങ്ങൾ, തെഫ്റ്റുകൾ, ഡാമേജുകളൊക്കെ പുതിയ കാലത്ത് ആളുകൾ ഇടിക്കുക എന്നുള്ളത് അതൊരു സംഭവം, ആളുകളൊരു ഹാംഫുൾ ആക്ടിവിറ്റിയാണ്. അതേസമയം പുതിയ കാലത്ത് സൈബർ സെക്യൂരിറ്റിയിൽ പെടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്താ, സൈബർ തെഫ്റ്റിൽ വരുന്നത് എന്താ, ആളുകളെ ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അവരുടേതായിട്ടുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻ ലീക്ക് ചെയ്യുക, അതിലേക്ക് ആക്സസ് ചെയ്യുക, അത് മോഷ്ടിക്കുക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ മറ്റൊരു ടൈമാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞാൽ എന്താ, കൺവേർട്ടിങ് ഡാറ്റ ഇൻറ്റു സീക്രട്ട് കോഡുകളായിട്ട് മാറ്റുക അല്ലേ. ചില ഡാറ്റകൾ ഉണ്ടാവും, അതിനെ സീക്രട്ട് കോഡുകളായിട്ട് മാറ്റുക, ഇത് മറ്റൊരു ടൈമാണ്. പിന്നെ ഫയർവാൾ നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു സംഭവമാണ്. കാരണം സെക്യൂരിറ്റി സിസ്റ്റം അതിനെ പിന്നെ തകർക്കുക, അതല്ലെങ്കിൽ അത് സെക്യൂരിറ്റി സിസ്റ്റത്തിനാണ് ശരിക്കും ഫയർവാൾ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ അത് രാജ്യങ്ങൾക്കൊക്കെ അതിർത്തികളുണ്ട് അല്ലേ. നമ്മുടെ ഒരു സ്കൂളുണ്ടെങ്കിൽ ആ സ്കൂളിൽ ചുറ്റുമതിലുണ്ടാവും. പക്ഷേ ഇത് സൈബർ ലോകത്ത് അത്തരം മതിലുകൾക്ക് പറയുന്ന പേരാണ് ശരിക്കും ഫയർവാൾസ് എന്ന് പറഞ്ഞാൽ. ഇതൊരു സെക്യൂരിറ്റി സിസ്റ്റമാണ്. ഇതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ, ആരൊക്കെയാണ് വരിക, ആരൊക്കെയാണ് പോകുന്നത് തുടങ്ങിയിട്ടുള്ള നെറ്റ്വർക്ക് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന സെക്യൂരിറ്റി സിസ്റ്റമാണ് ഫയർവാൾസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്തരം പുതിയ ടേമുകളെ കുറിച്ച് കൂടി നമ്മൾ എന്തായിരിക്കണം, അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ HTML എന്ന് പറയുന്ന സംഗതി വരുന്നുണ്ട്. നമ്മുടെ പിന്നെ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്ന, പിന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജിനാണ് HTML എന്ന് പറയുന്നത്. ജാവ സ്ക്രിപ്റ്റ് വരുന്നുണ്ട്. അതായത് ലാംഗ്വേജിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണ് ശരിക്കും ജാവ സ്ക്രിപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് പുതിയൊരു ടേം നമുക്കറിയാം. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സോഫ്റ്റ്വെയറിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ സെർവേഴ്സ് പറയുന്നുണ്ട്, കമ്പ്യൂട്ടർ സിസ്റ്റം. അത് ഓരോ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റംസിനാണ് ശരിക്കും എന്ത് പറയുന്നത്, സെർവർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. വിർച്വൽ റിയാലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റിനാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന ടേമുകളുണ്ട്. ഇത് കുറച്ച് ടേംസ് മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് അവെയർ ആയിരിക്കുക. ചിലപ്പം ഒന്ന് രണ്ട് വൺ വേർഡ് അല്ലെങ്കിൽ 2 സെൻറ്റൻസസിൽ അല്ലെങ്കിൽ 1 സെൻറ്റൻസിൽ ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യനിലേക്ക് ചിലപ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ലാംഗ്വേജും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാം AI എന്നുള്ളത് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പോൾ ChatGPT പിന്നെ DeepSeek ഒക്കെ പുതിയ കാലത്ത് വന്നതിന് ശേഷം ഒരുപാട് ഭാഷയിൽ വളരെ വലിയ സ്വാധീനം അത് ചെലുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വോയിസ് അസിസ്റ്റൻസ്, ഇപ്പോൾ ആപ്പിളിൻ്റെ സിരി ഉണ്ട്, അലക്സ ഉണ്ട്, ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്. ഈ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ പിന്നെ ഭാഷ പോലെ തന്നെ സംസാരിക്കാൻ കഴിയുന്ന അസിസ്റ്റൻറ്റുകളാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഹായ് സിരി, നീ ഇന്ന കാര്യം ചെയ്യുക അല്ലെങ്കിൽ ഇന്നത് പറഞ്ഞാട്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് റെസ്പോൺസായിട്ട് നമുക്ക് തിരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത് പറഞ്ഞു തരാനുള്ള ഒരു പിന്നെ സംഗതി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസ് നമുക്ക് തിരിച്ചിങ്ങോട്ട് റെസ്പോൺസ് തരികയാണ്. അപ്പോൾ നമ്മുടെ ഭാഷ കടമെടുത്തുകൊണ്ട് നമ്മുടെ അതുപോലെ തന്നെ സംസാരിക്കാൻ കഴിയുന്ന വോയിസ് അസിസ്റ്റൻറ്റുകൾ ഇന്നത്തെ കാലത്തുണ്ട്. ചാറ്റ് ബോട്ടുകൾ വരുന്നുണ്ട് അല്ലേ, പുതിയ ചാറ്റ് ബോട്ടുകൾ ഒരുപാട് കടന്നു വരുന്നുണ്ട്. നമുക്കറിയാം പിന്നെ വാട്സപ്പിൽ വന്നിട്ടുള്ള AI എന്നുള്ള ചാറ്റ് ബോട്ട്, ഇത് നമ്മുടെ കസ്റ്റമർ സർവീസിൽ അതല്ലെങ്കിൽ നമ്മുടെ പിന്നെ ആളുകളുമായിട്ടുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഇന്ന് പലരും ഉപയോഗിക്കുന്ന സംഭവമാണ്.
ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കാനൊക്കെ സഹായിക്കുന്ന ചാറ്റ് ബോട്ടുകൾ കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു എൻക്വയറി നടത്തി കഴിഞ്ഞാൽ ഉടനടി തിരിച്ച് മറുപടി കൊടുക്കാൻ പറ്റുന്ന ബുദ്ധിയുള്ള AI ഉപയോഗിക്കുന്ന ചാറ്റ് ബോട്ടുകൾ ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെഷീൻ ട്രാൻസ്ലേഷൻസ് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഭാഷയും AIയും തമ്മിലുള്ള ഇതിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ. മെഷീൻ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലെയുള്ള ഡീപ്പിൽ പോലെയുള്ള ടൂൾസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വലിയ വോള്യൂം ഓഫ് സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ AI പവേർഡ് ലാംഗ്വേജ് ലേണിംഗ് ആപ്പ് ഡൂലിംഗോ പോലെയുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയുടെ നമ്മുടെ ലാംഗ്വേജിനെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടും അതിനൊക്കെ സഹായിക്കുന്ന AI ടൂളുകളാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജുമായിട്ട് അത്രയധികം ഇന്നത്തെ കാലത്ത് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സംഗതിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ എവല്യൂഷനാണ് അടുത്തൊരു ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പുതിയ പുതിയ ഭാഷ രൂപങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് മീമുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ട്രോളൊക്കെ ചെയ്യുന്ന സമയത്ത് മീംസ് ഉപയോഗിക്കാറുണ്ട്. ആ മീമിൽ ചെറിയ ചെറിയ വാക്കുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അത് അത്രയും ആളുകളെ എഫക്റ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള മീമുകളായിരിക്കും. പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ സ്ലാങ്ങുകളുണ്ട് അല്ലേ. ഇപ്പോൾ ഓരോ ഭാഷ സോഷ്യൽ മീഡിയക്കായിട്ട് ഒരു ഭാഷ ഉണ്ടാവും, ചിലപ്പോൾ അത് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നതാവില്ല. പിന്നെ ഇൻ്റർനെറ്റ് കൾച്ചർ പുതിയ പുതിയ വാക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പുതിയ ജെൻസി ആയിട്ടുള്ള പിള്ളേരൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കൾച്ചറിൽ നിന്ന് വരുന്ന പുതിയ പുതിയ വാക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ ഭാഷ രൂപപ്പെടുത്തുക പറഞ്ഞാൽ പുതിയ കൾച്ചറിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്കും രൂപപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഹാഷ്ടാഗുകൾ, വൈറലാവുന്ന ഒരുപാട് ഹാഷ്ടാഗുകൾ നമ്മൾ കാണുന്നുണ്ട്. ത്രോ ബാക്ക് തേഴ്സ്ഡേ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ OTD എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഹാഷ്ടാഗുകൾ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ഭാഷാ രൂപങ്ങളാണ് ഇൻ്റർനെറ്റ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്ക് നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഞാനിവിടെ കുറച്ച് സെൽഫ് മോട്ടിവേഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് ത്രൂ സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ലാംഗ്വേജ് ലേണിംഗ് ഒരുപാട് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഓഫ് കോഴ്സ് ഒരുപാട് മിസ്റ്റേക്സും തെറ്റുകളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സെൽഫ് മോട്ടിവേഷൻ എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളിൽ നിന്നും നേടാം, എന്നിട്ട് എങ്ങനെ നമുക്ക് ലാംഗ്വേജ് ലേണിംഗ് സാധ്യമാക്കാം സോഷ്യൽ മീഡിയയിലൂടെ എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലേൺ ഫ്രം മിസ്റ്റേക്സ്, ഏറ്റവും ഫസ്റ്റ് ഉള്ളത് നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റാം. ആ മിസ്റ്റേക്കുകളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പ്രാക്ടിക്കൽ അപ്രോച്ച് കണ്ടെത്തുക, എങ്ങനെയാണ് ആ മിസ്റ്റേക്ക് വരുത്താതെ അടുത്ത തവണ നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനുള്ള പ്രാക്ടിക്കൽ അപ്രോച്ചസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഇതൊരു സൈക്കിളായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. സെൽഫ് മോട്ടിവേഷൻ എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സൈക്കിൾ പോലെ നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അതിൽ ഏറ്റവും ആദ്യം ലേൺ ത്രൂ സോഷ്യൽ മീഡിയ അല്ലേ. സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. വലിയ ആളുകൾ എല്ലാവരും, നമ്മളിപ്പോൾ ഒരു കാർ നന്നാക്കാൻ നമ്മൾ കേടുന്നു, നമ്മൾ യൂട്യൂബ് ഓഫ് കോഴ്സ് തുറന്ന് നോക്കും അല്ലേ. അത്തരം ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ ലേൺ ത്രൂ സോഷ്യൽ മീഡിയ, സോഷ്യൽ നെറ്റ്വർക്ക് എന്നുള്ളതൊരു ഫാക്റ്റ് തന്നെയാണ്. പിന്നെ അതിൽ നിന്ന് പോകുന്നത് എന്താ, ഇംപ്ലിമെൻറ്റിങ് ഇൻ ഡെയിലി ലൈഫ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ ഡ്രൈവിംഗ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഡ്രൈവിങ്ങിൽ ഇപ്പോൾ നമ്മൾ എത്ര ദൂരത്തിൽ കൊണ്ടൊരു വണ്ടി നിർത്തണം, എങ്ങനെ റിവേഴ്സ് എടുക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് പിന്നീട് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കും. അതാണ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ ചിലപ്പം ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ വരുത്തുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. കാരണം സോഷ്യൽ മീഡിയ എന്ന് പഠിച്ചാണ് ഒരുപാട് മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അത് വീണ്ടും നമ്മൾ ആ ഒരു മിസ്റ്റേക്കുകളിൽ നിന്ന് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും. അതിൽ നിന്ന് പിന്നീട് നമ്മൾ വീണ്ടും എന്താണ്, സോഷ്യൽ മീഡിയ ലേണിങ്ങിലേക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ അത്തരത്തിൽ നടക്കുന്ന ഒരു സൈക്കിളാണ് ശരിക്കും ഈ ഒരു സെൽഫ് മോട്ടിവേഷൻ്റെ ഒരു രൂപം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മിസ്റ്റേക്കുകൾ വരാം, ആ മിസ്റ്റേക്കുകളിൽ നിന്ന് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, അത് പിന്നീട് നമ്മൾ വീണ്ടും പുതിയ പഠനത്തിന് വിധേയമാക്കുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ട് സോഷ്യൽ മീഡിയ ലാംഗ്വേജ് ലേണിംഗ് വഴി എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് ലാംഗ്വേജ് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാ സ്കിൽസിനും നമുക്ക് ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ യൂണിറ്റാണ്, അതായത് ഒതൻറ്റിസിറ്റി, ലിംഗ്വിസ്റ്റിക് എറേഴ്സ്, ലോസ് ആൻഡ് മിസ്യൂസസ് ഇൻ സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒതൻറ്റിക് ആണോ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒതൻറ്റിക് ആണോ എന്നുള്ളതാണ് അല്ലേ. കാരണം ന്യൂ മീഡിയൻ്റെ റൈസ് എന്ന് പറഞ്ഞാൽ അത്രയധികം പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മെസ്സേജുകളുടെ ഫ്ലോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ന്യൂ മീഡിയ പുതിയ കാലത്ത് ഉണ്ടായി വന്നപ്പോൾ ന്യൂ മീഡിയനെ യുണീക്ക് ആക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം മറ്റുള്ള മീഡിയ പ്രിൻറ്റിങ്ങോ അല്ലെങ്കിൽ ടി വിയോ ഒക്കെ ആയിട്ടുള്ള മീഡിയ അവിടെ തന്നെ ഉണ്ട്. ഈവൻ ഡിജിറ്റൽ മീഡിയയിൽ തന്നെ TV പോലെയുള്ള മീഡിയസ് അവിടെ ഉണ്ട്. പക്ഷേ ന്യൂ മീഡിയനെ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ പോലെയുള്ള ന്യൂ മീഡിയ, ഫേസ്ബുക്കൊക്കെ അടങ്ങിയിട്ടുള്ള, വാട്സപ്പൊക്കെ അടങ്ങിയിട്ടുള്ള, ട്വിറ്ററൊക്കെ അടങ്ങിയിട്ടുള്ള, അതിനാണ് ന്യൂ മീഡിയ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ. ഇതിനെ യുണീക്ക് ആക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഏറ്റവും ഫസ്റ്റ് ഇൻ്ററാക്ടിവിറ്റി ആണ് അല്ലേ. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കുന്നു, നമുക്ക് ഒരുപാട് ആളുകളുമായിട്ട് ഓൺ ദ ടൈം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻ്ററാക്ടിവിറ്റി എന്നുള്ളത് ഇതിൻ്റെ വളരെ വലിയ ഒരു പ്രത്യേകതയാണ്. കൺവേർജൻസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് നമ്മുടെ ഫോണിൽ, നമ്മുടെ ലാപ്പിൽ, നമ്മുടെ ടാബിൽ, പല പല ടൂൾസിൽ
നമുക്ക് ഒരേ സമയം ഒരേ പ്ലാറ്റ്ഫോമൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു മീഡിയയാണ് ശരിക്കും ന്യൂ മീഡിയ എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റൊന്ന് ആക്സസിബിലിറ്റി ആണ് അല്ലേ. ഒരു ലാർജർ ഓഡിയൻസിലേക്ക് ഒറ്റയടിക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ടൂളാണ് ശരിക്കും ന്യൂ മീഡിയ ടൂൾസുകൾ. ഓഡിയൻസ് പവർ അല്ലേ. വെറും നമ്മൾ നോവൽ എഴുതി അതിൻ്റെ റെസ്പോൺസിന് കാത്തിരിക്കുന്ന പോലെയല്ല. നമുക്ക് ഇന്ന് ആളുകളുമായിട്ട് ഒറ്റയടിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്ററാക്ട് ചെയ്യണം. യൂട്യൂബ് വീഡിയോ ഇട്ടാൽ മതി. അപ്പോൾ അത്രയധികം ഓഡിയൻസ് പവർ കിട്ടാൻ സാധ്യതയുള്ള ഒരു മീഡിയയാണ് ന്യൂ മീഡിയ എന്നുള്ളത്. അപ്പോൾ ഈ 4 സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ന്യൂ മീഡിയനെ യുണീക്ക് ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് 4 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ന്യൂ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. കാരണം സോഷ്യൽ മീഡിയയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. നമുക്കറിയാം സോഷ്യൽ നെറ്റ്വർക്കുകൾ, ഫേസ്ബുക്ക് നമ്മൾ ആളുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇൻസ്റ്റൻറ്റ് മെസ്സേജിന് വേണ്ടി വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോ നെറ്റ്വർക്കുകൾക്ക് വേണ്ടി ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനിയിപ്പോൾ ഒരു കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവർ യൂട്യൂബ് ഉപയോഗിക്കുന്നു. ഇത് മറ്റൊരു സംഗതിയാണ്. അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും യൂട്യൂബും അതുപോലെ തന്നെ സോഷ്യൽ നോളജിന് വേണ്ടി നമ്മൾ വിക്കിപീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലോഗുകൾ വായിക്കാൻ വേണ്ടി നമ്മൾ വേർഡ് പ്രസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ദിനേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വ്യത്യസ്തമായിട്ടുള്ള പല ആവശ്യങ്ങൾക്കും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനി മിസ്ഇൻഫർമേഷനും അതുപോലെ തന്നെ ഫേക്ക് ന്യൂസ് ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ അല്ലെങ്കിൽ പുതിയ കാലത്തുള്ള ന്യൂ മീഡിയ വഴി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫേക്ക് ന്യൂസ് ഓഫ് കോഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ഒതൻറ്റിസിറ്റിയെ ബാധിക്കുന്ന ഒരു വളരെ വലിയൊരു സംഭവം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയൻ്റെ ഒതൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അത്ര വളരെ വലിയൊരു സംഭവമല്ല. നമ്മൾ പണ്ടത്തെ കാലത്ത് പത്രത്തിൽ ഒരു സാധനം വായിക്കുന്നത് പോലെയുള്ള ഇന്ന് സോഷ്യൽ മീഡിയയിൽ വായിക്കുന്നത്. ഒതൻറ്റിസിറ്റി വളരെ വലിയൊരു ഇഷ്യൂ ആണ്. നമ്മളൊരു ന്യൂസ് വായിച്ച് അതിൻ്റെ റെസ്പോൺസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ഫേക്ക് ന്യൂസ് ആണെന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ടാവാം. ഡീപ്പ് ഫേക്ക് വീഡിയോസ് എന്ന കാലത്ത് ഒരുപാട് വ്യാപകമായിട്ട് പ്രചരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഡീപ്പ് ഫേക്ക് വീഡിയോസ് എന്നുള്ളത് അല്ലേ. മാനിപ്പുലേറ്റഡ് വീഡിയോസ്, ഡീപ്പ് ഫേക്ക് വീഡിയോസ്. നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത് തന്നെ പല ആളുകളുടെയും ഡീപ്പ് ഫേക്ക് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഇത് പുള്ളി തന്നെയാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് AI ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡീപ്പ് ഫേക്ക് വീഡിയോസ് ആയിരുന്നു എന്നുള്ളത് പിന്നീടായിരിക്കും നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒതൻറ്റിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മറ്റൊന്നാണ് ക്ലിക്ക് ബൈറ്റ് ഹെഡ്ലൈൻസും മിസ്ലീഡിങ് പീപ്പിൾ അല്ലേ. നമുക്കറിയാം ചിലപ്പോൾ അവിടെ സംഭവിച്ചത് എന്ത് എന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹെഡ്ലൈൻസൊക്കെ കാണും. നമ്മളത് പോയി ചാടിക്കറി ഓപ്പൺ ചെയ്ത് നോക്കും. പക്ഷേ ഇത് ശരിക്കും എന്തായിരിക്കും, അതിലൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു 2-3 ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈനുകൾ ഇന്നത്തെ കാലത്ത് കോമൺ ആണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇവിടെ കണ്ടോ ഫേക്ക് പൊളിറ്റിക്കൽ ന്യൂസ്, വാട്സപ്പിൽ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന ഫേക്ക് പൊളിറ്റിക്കൽ ന്യൂസൊക്കെ ഇതിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരുപാട് സൈബർ നിയമങ്ങളും നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. സൈബർ നിയമങ്ങളും അതുപോലെ തന്നെ എത്തിക്കൽ കൺസിഡറേഷൻസും സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ബോധവാന്മാരായിരിക്കണം. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് എല്ലാവർക്കും ഓഫ് കോഴ്സ് അവർക്ക് ഇഷ്ടമുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സോഷ്യൽ മീഡിയ വഴി അവർക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് എല്ലാവർക്കും ഉള്ളൊരു നിയമപരമായിട്ട് എല്ലാവർക്കും ഉള്ളൊരു സംഭവം തന്നെയാണ്. അതേസമയം ഹെയ്റ്റ് സ്പീച്ച് എന്നുള്ളത് ഒരു സൈബർ കുറ്റകൃത്യമാണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഹെയ്റ്റ് സ്പീച്ച് എന്നുള്ളത് നടത്താൻ പറ്റില്ല. അത് നടത്തി കഴിഞ്ഞാൽ ആളുകൾ പോലീസ് പിടിക്കും എന്നുള്ളത് കാര്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഡീഫെയിമേഷൻ, ആളുകളെ അവരുടെ അഭിമാനം ഹനിക്കുന്ന തരത്തിൽ അവരെ ഡീഫെയിം ചെയ്യുക, പ്ലാജറിസം അല്ലേ, കോപ്പി അടിക്കുക, കോപ്പിറൈറ്റ് വയലേഷൻസ് നടത്തുക, ഇത്തരം സംഭവങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ ലോസ് അഗെയിൻസ്റ്റ് ഓൺലൈൻ ഹരാസ്മെൻറ്റ്, സൈബർ ബുള്ളിങ്, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നിലവിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ പൊതുയിടത്തിൽ ഒരാൾ മൂക്കിടിച്ച് തറപ്പിച്ച് കഴിഞ്ഞാൽ പോലീസിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കേസാവും. അതേപോലെ തന്നെ ഓൺലൈനിൽ നമ്മൾ ഒരാളെ ഹരാസ് ചെയ്ത് കഴിഞ്ഞാൽ, സൈബർ ബുള്ളിങ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരാളെ കൂക്കി വിളിച്ചു കഴിഞ്ഞാൽ അത് പുറത്തുള്ള കൂക്കി വിളിക്കലായി. അതേസമയം നമ്മൾ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ പോയിട്ടാണ് ഒരാളെ കൂക്കി വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സൈബർ ബുള്ളിങ്ങിൽ പെടുന്ന സംഭവമാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് ഹെയ്റ്റ് സ്പീച്ചും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാരണമായിട്ട് ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ പല അക്കൗണ്ടുകളും എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പം അത് ബാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറ്റകൃത്യങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ, സൈബർ ക്രൈമുകൾ എന്നുള്ളത് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കണം. കാരണം അത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ 3 കോമൺ ആയിട്ടുള്ള സൈബർ ക്രൈം ഞാൻ കൊടുത്തിട്ടുണ്ട്. സൈബർ ക്രൈം എന്നുള്ളൊരു കോമൺ സംഭവം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പിലുണ്ടാവാം. ഒന്ന്, ആളുകൾക്കെതിരെയുള്ള സൈബർ ക്രൈമുകൾ ഉണ്ടാവാം അല്ലേ, പീപ്പിൾസിനെതിരെ. ഇപ്പോൾ നമ്മളൊരു വ്യക്തിയെ ചിലപ്പം അയാളെ കമൻറ്റിൽ മോശമായിട്ട് ഇതാക്കുക, അല്ലെങ്കിൽ അയാളുടെ ഡീപ്പ് ഫേക്ക് വീഡിയോ ഉണ്ടാക്കുക, അയാളുടെ ചിലപ്പോൾ നഗ്ന ചിത്രം പുറത്തു വിടുക, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആളുകളെതിരെ വരുന്ന ക്രൈമുകളാണ് ഓൺലൈനിൽ. അതേസമയം മറ്റൊന്നാണ് ക്രൈംസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. ഇപ്പോൾ നമ്മളുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മുടെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ
ബാങ്കിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾക്കെതിരെ വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളാണ് ക്രൈംസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി എന്നുള്ള കാറ്റഗറി വരുന്നത്. മറ്റൊന്നാണ് ക്രൈംസ് അഗൈൻസ്റ്റ് ഗവൺമെൻറ്. ഇപ്പോൾ നമുക്കറിയുന്നുണ്ടാവും ചിലപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം, ഇന്ത്യയുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിനെതിരെ ചിലപ്പോൾ എന്ത് ചെയ്യുക, ആളുകൾ ഹാക്ക് ചെയ്യുക, അതല്ലെങ്കിൽ അതിനെതിരെ പിന്നെ ഹാക്കേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ത്രെറ്റ് നടത്തുക, അറ്റാക്ക് ചെയ്യുക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയുടെ ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചോർത്തുക, ഇതൊക്കെ ശരിക്കും എന്താണ് ഗവൺമെൻറ്റിനെതിരെ വരുന്ന ക്രൈമുകളാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ 3 കാറ്റഗറി നമ്മൾ മനസ്സിലുണ്ടാവണം. പിന്നെ സൈബർ ലോ എന്നുള്ളത് അത് വരാനുള്ള ഒരു കാരണം തന്നെ എന്താണ്, പർപ്പസ് ഓഫ് സൈബർ ലോ എന്നുള്ളത് ടു പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു പീപ്പിൾ എന്നുള്ളതാണ്. കാരണം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ലീഗലി പ്രൊട്ടക്ഷൻ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സൈബർ ലോ ഇന്ത്യയിലൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. മാത്രമല്ല 2000 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനാക്റ്റഡ് ഇറ്റ്സ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നുള്ള ആക്ട് ഇന്ത്യയിൽ വരുന്നത് 2000 ആ ഡേറ്റ് നമുക്ക് ഓർമ്മ വേണം. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെൻറ്റ് ആക്ട് വന്നത് 2008 പിന്നെ കെയിം ഇൻ ടു എഫക്റ്റ് 2009 അത് എന്തായിട്ട് വരുന്നത്, എഫക്റ്റീവായിട്ട് വരുന്നത്. 2008 അത് ഉണ്ടായി വന്നു, 2009 അത് എഫക്റ്റീവായിട്ട് ഇന്ത്യയിൽ നടപ്പാക്കപ്പെടാൻ തുടങ്ങിയത്. പിന്നെ സൈബർ സ്പേസ് എന്നുള്ളത് നമ്മളെ എന്തിനാണ് സൈബർ സ്പേസ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. വൺ വേർഡ്, അത് ഗ്ലോബൽ നെറ്റ്വർക്ക് ആണ് ശരിക്ക് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. അതായത് മൊത്തം ലോകത്തിൻ്റെ ഗ്ലോബൽ നെറ്റ്വർക്ക്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഗ്ലോബൽ നെറ്റ്വർക്കും അതുപോലെ തന്നെ അതിൻ്റെ പരിസരങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറിനാണ് നമ്മൾ സൈബർ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഇനി അവസാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആയിരുന്നു അല്ലേ. കാരണം നമ്മളിപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചൊക്കെ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചു. ഇനി എങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത്, എങ്ങനെ ബെസ്റ്റ് പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള അതിൻ്റെ കുറച്ച് സജഷൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് റെസ്പോൺസിബിൾ യൂസർ ആവുക എന്നുള്ളത് തന്നെയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ റെസ്പോൺസിബിലിറ്റിയോട് കൂടി ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ റെസ്പോൺസിബിൾ യൂസർ ആവുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ തിങ്ക് ബിഫോർ യു പോസ്റ്റ്. നമ്മൾ എന്തൊരു കാര്യം ഫേസ്ബുക്കിലാവട്ടെ വാട്സപ്പിലാവട്ടെ അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുക. ഇൻഫർമേഷൻസ് ഓരോന്ന് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വെരിഫൈ ചെയ്യുക. സൈബർ ബുള്ളിങ്ങും ഓൺലൈൻ ട്രോളിങ്ങും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുക. ഇത് ചിലപ്പോൾ ഒരു എസ്സേ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ട് നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഏറ്റവും ഫസ്റ്റ് ബി കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഒരു വീക്കിലി ഒരു പോസ്റ്റ് 2 പോസ്റ്റെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒതൻറ്റിക് ആവുക അല്ലേ. നമ്മൾ ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാതെ ഒതൻറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം നമ്മൾ ആളുകൾക്ക് കൊടുക്കുക. മാത്രമല്ല ആഡ് വാല്യൂ ടു യുവർ കൺവെർസേഷൻ. ആളുകൾക്ക് നമ്മുടെ കണ്ടന്റ് കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം കിട്ടിയെന്ന് തോന്നുന്ന രൂപത്തിലുള്ള വാല്യൂ ആഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുക്കുക. പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക അല്ലെ. എപ്പോഴും നമ്മൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ ഗ്രാമറും സ്പെല്ലിങ്ങൊക്കെ ഉപയോഗിക്കുക. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഇൻഫോർമൽ രീതിയിൽ അങ്ങനെ സംസാരിക്കാതെ എപ്പോഴും പ്രോപ്പർ ഗ്രാമറും സ്പെല്ലിങ്ങൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ നമ്മൾ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എപ്പോഴും ബി റെസ്പെക്റ്റ്ഫുൾ ഇൻ ഓൺലൈൻ ഡിസ്കഷൻ. നമ്മളൊരു ഓൺലൈൻ ഡിസ്കഷനിൽ ഈവൻ ചാറ്റ് ബോക്സിലാവട്ടെ അല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ട് പോവാട്ടെ അപ്പോഴൊക്കെ നമ്മൾ ഓൺലൈൻ ഡിസ്കഷൻസിൽ എപ്പോഴും റെസ്പെക്റ്റ്ഫുൾ ആവാൻ ശ്രമിക്കുക. മറ്റുള്ള നമ്മുടെ ഓപ്പണൻസിനെ കൂടി റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ സംഭാഷണങ്ങൾ. ഡിജിറ്റൽ ഒതൻറ്റിസിറ്റി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം അല്ലേ. ഒതൻറ്റിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരിതാണ്. നമ്മളെപ്പോഴും ഡിജിറ്റൽ ഒതൻറ്റിസിറ്റി കീപ്പ് ചെയ്യണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോന്നായിട്ട് കൊടുത്തുള്ള സംഭവങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എപ്പോഴും ഓൺലൈൻ പ്രൊഫൈൽസിൽ ട്രൂത്ത്ഫുൾ ആവുക, ഫേക്ക് ഐഡീസ് ഒന്നും ഉണ്ടാക്കാതിരിക്കുക. പ്ലാജറിസം അല്ലെ, ആളുകളുടെ പോസ്റ്റുകൾ ഇതൊക്കെ മറ്റിടത്തുനിന്ന് കട്ടെടുത്തുകൊണ്ട് നമ്മുടെ പോസ്റ്റായിട്ട് നമ്മൾ ഒരിക്കലും പബ്ലിഷ് ചെയ്യാതിരിക്കുക. പിന്നെ സോഴ്സുകൾ, നമ്മളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടി, ഏതാണ് അതിൻ്റെ ഒറിജിൻ എന്നുള്ളത് കൂടി നമ്മളെപ്പോഴും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഫിഷിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, സ്കാമുകളാണ് ഫിഷിംഗ് ഒക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഫിഷിങ്ങിനെ കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ നമ്മൾ അവെയർഡ് ആയിരിക്കാം. കാരണം ഫിഷിംഗ് സ്കാംസ് അല്ല, മറ്റുള്ള ആളുകളുടെ ഇമെയിൽ ഫിഷ് ചെയ്യുന്നതും അതൊക്കെ നമ്മൾ പൊതുവെ കാണുന്നതാണ്. ഫേക്ക് അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവെയർ ആയിരിക്കാം. പിന്നെ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാതെ. പിന്നെ ഇലക്ട്രോണിക് ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിലപ്പം ഒരു എസ്സേ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓരോന്ന് അക്കട്ടിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി മറ്റൊന്ന് അവസാനമായിട്ട് നമ്മുടെ ബ്ലോക്കിൽ നമ്മുടെ യൂണിറ്റിൽ വന്നിട്ടുള്ള സംഗതിയായിരുന്നു ഇലക്ട്രോണിക് ടൂൾസ് ആൻഡ് ഹെൽത്ത് ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ എന്താണ് ശരിക്കും ഇലക്ട്രോണിക് ടൂൾസ് ആൻഡ് ഹെൽത്ത് ഹസാർഡ്സ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു സോഷ്യൽ മീഡിയ പോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഓൺലൈൻ ടൂൾസ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഹെൽത്തിനെ വളരെയധികം രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരുപാട് ഹെൽത്ത് ഹസാർഡ്സ് നമ്മളെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു മൊബൈൽ ഫോൺ അതല്ലെങ്കിൽ ഓൺലൈൻ ടൂളുകൾ ഉപയോഗിക്കുന്ന കാരണമായിട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്.
ഏറ്റവും ഫസ്റ്റ് ഒരുപാട് നമ്മുടെ ഇലക്ട്രോണിക് ടൂൾസ്, നമ്മൾ കമ്പ്യൂട്ടർ ആവട്ടെ മൊബൈൽ ഫോൺ ആവട്ടെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ഒരു ഇലക്ട്രോണിക് ടൂളാണല്ലോ. മൊബൈലും കമ്പ്യൂട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റൊക്കെ ഒരു ഇലക്ട്രോണിക് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഇൻ്റർനെറ്റ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ ഒക്കെ. അപ്പോൾ ഇത്തരം ടൂളുകൾ, അത് ഏത് ടൂളുകളാവട്ടെ, ഈ ടൂളുകൾ വഴി നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാവട്ടെ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, വാട്സപ്പ്, യൂട്യൂബ്, ഇതൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് നൽകുന്നുണ്ട് ഓഫ് കോഴ്സ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഒരുപാട് ഹെൽത്ത് ഹസാർഡുകളും നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക. 2 ടൈപ്പിലുള്ള ഹെൽത്ത് ഹസാർഡ്സ് ഇവിടെ പറയുന്നുണ്ട്. ഏറ്റവും ഫസ്റ്റ് ഫിസിക്കൽ ഹെൽത്ത് ഹസാർഡ്സ് ആണ്, പിന്നെ മെൻ്റൽ ഹെൽത്ത് ഹസാർഡ്സ് ആണ്. അപ്പോൾ എന്താണ് മെൻ്റൽ ഹെൽത്ത് ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ? മെൻ്റൽ ഹെൽത്ത് ഹസാർഡ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ സ്ട്രെസ്സ്. നമ്മൾ നിരന്തരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓഫ് കോഴ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ള സംഭവമാണ് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവുന്നുള്ളതാണ്. ഡിപ്രഷൻ. മെൻ്റൽ സ്ട്രെസ് എന്തുകൊണ്ടാണ്? കാരണം നിരന്തരം അത് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ, അത് ഒരു സമയം അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം അല്ലേ. ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ആങ്സൈറ്റീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഐസൊലേഷൻ, ഒറ്റപ്പെടൽ അനുഭവിക്കാൻ ചാൻസ് ഉണ്ട്, ബോർഡം, എല്ലാത്തിനോടും ഒരു ബോറിംഗ് സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്, മെൻ്റൽ ട്രോമ വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും ചിലപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസി ഇല്ലേ, നിരന്തരം ചിലപ്പോൾ ഗെയിമിംഗ് ഒക്കെ, ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന അങ്ങനത്തെ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സൂയിസൈഡൽ ടെൻഡൻസി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ ഈ ടൂളുകൾ ഉപയോഗിക്കുന്ന കൊണ്ട് വരാൻ സാധ്യതയുള്ള നമ്മുടെ മെൻ്റൽ പ്രശ്നങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി ഫിസിക്കൽ പ്രശ്നങ്ങൾ ഒരുപാട് ഹെൽത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ബാക്ക് ഏക്ക്. നമ്മളിങ്ങനെ ചെയറിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ ബെഡിൽ കടന്നിട്ട് ഇങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ബാക്ക് ഏക്ക് വരാൻ സാധ്യതയുണ്ട്. കണ്ണുകളിൽ നിരന്തരം ഫോണിലേക്ക് നോക്കിയിരിക്കുമ്പോൾ, രാത്രിയൊക്കെ ഫോണിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കണ്ണിന് ഒരുപാട് പെയിൻ വരാൻ ചാൻസ് ഉണ്ട്, ഹെഡ് ഏക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഉറക്കം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഫിസിക്കലി ആയിട്ട് മനുഷ്യനെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ മെൻ്റലി അവനെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടൂൾസിൻ്റെ നിരന്തരമായിട്ടുള്ള ഉപയോഗം കാരണമായിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും അവസാനത്തിൽ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു പോയിന്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടോട്ടലി ഈ ഒരു ബ്ലോക്ക്, 4ാമത്തെ ബ്ലോക്കിൽ പ്രിൻറ്റിങ് ടെക്നോളജീൻ്റെ എവല്യൂഷൻ മുതൽ ലാംഗ്വേജിൽ എങ്ങനെയാണ് പ്രിൻറ്റിങ് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ മുതൽ, ഡിജിറ്റൽ ടൂളുകൾ വരുത്തിയ മാറ്റങ്ങൾ മുതൽ, ലാംഗ്വേജിൻ്റെ ICTയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനത്തിലേക്ക് വന്നപ്പോൾ പുതിയ കാലത്ത് ന്യൂ മീഡിയ ഒക്കെ വന്നതിന് ശേഷം എങ്ങനെയാണ് ലാംഗ്വേജിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നത്, പിന്നെ ന്യൂ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതിലൊരുപാട് ടാബിൾസ് കൊടുത്തിട്ടുണ്ട്. മീൻസ് ഓരോ സൈബർ ക്രൈമുകളും അതിന് പണിഷ്മെൻറ്റ്സും മറ്റൊക്കെയുള്ള, അത് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1-2 സൈബർ ക്രൈംസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ള, അതിൻ്റെ ശിക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകണേ. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരുപാട് സംഭവങ്ങളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു 4 യൂണിറ്റിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവസാനത്തിൽ സോഷ്യൽ മീഡിയൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതും, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടൂൾസിൻ്റെ നിരന്തരമായിട്ടുള്ള ഉപയോഗം കാരണമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ഹെൽത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അവസാനം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ, ഈ 4 യൂണിറ്റിലായിട്ട് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ ടോട്ടലി പറയാനുള്ളത്. എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ബൈ.